താനൂരിലെ പെൺകുട്ടികളെ കാണാതായ സംഭവത്തിൽ കസ്റ്റഡിയിലുള്ള എടവണ്ണ സ്വദേശി അക്ബർ റഹീമിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. കാക്ക ചില്ലറ പുള്ളിയൊന്നുമല്ല. ഇയാൾക്കെതിരെ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകൽ, ഫോണിൽ പിന്തുടരൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. പെൺകുട്ടികളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. കുട്ടികളെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ഓഫീസിൽ ഹാജരാക്കും. തുടർന്ന് വീട്ടുകാരുടെ കൂടെ വിടണോ മറ്റെവിടെയെങ്കിലും താമസിപ്പിക്കണോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കും. 4 മാസം മുമ്പ് ഇൻസ്റ്റഗ്രാം വഴിയാണ് പെൺകുട്ടികളുമായി യുവാവ് പരിചയപ്പെടുന്നത്. യാത്ര പോകുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു ഇവർ മുംബൈയിലെത്തിയത്. മൂവരും ചേർന്നാണ് യാത്ര പ്ലാൻ ചെയ്തത്. പോലീസ് പിന്തുടരുന്നു എന്നറിഞ്ഞ് മുംബൈയിൽ നിന്നും മടങ്ങിയ റഹീമിനെ തിരൂരിൽ നിന്നാണ് പോലീസ് ശനിയാഴ്ച കസ്റ്റഡിയിലെടുക്കുന്നത്. പൂനെയിൽ നിന്ന് കണ്ടെത്തിയ പെൺകുട്ടികളുമായി പോലീസ് ഇന്ന് ഉച്ചയോടുകൂടി തിരൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇന്നലെ പൂനെക്കടുത്തുള്ള ലോണാവാല സ്റ്റേഷനിൽ വെച്ചിട്ടാണ് പെൺകുട്ടികളെ ഇന്നലെ പുലർച്ചയോടുകൂടി കണ്ടെത്തുന്നത്. തുടർന്ന് ഇവരെ തിരികെ എത്തിക്കാൻ താനൂരിൽ നിന്നുള്ള പോലീസ് സംഘം പൂനെയിലേക്ക് തിരിക്കുകയായിരുന്നു. പെൺകുട്ടികൾ മുടിവെട്ടാൻ കയറിയ മുംബൈയിലെ ബ്യൂട്ടി പാർലറിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് അന്വേഷണത്തിൽ നിർണായകമായി. ആള് ചില്ലറ പുള്ളിയൊന്നുമല്ല. എടവണ്ണ ആലുങ്ങൽ വീട്ടിൽ അക്ബർ റഹീം എന്ന 26-കാരൻ 26 വയസ്സിൽ തന്നെ ഒരുപാട് പേരെ ബോംബെയിലേക്ക് കൊണ്ടുപോകാനും മറ്റുമൊക്കെ വിൽക്കാനും ആ ബ്യൂട്ടി പാർലറിൽ എത്തിക്കാനും മിടുക്കനാണ്. കാണാതായ പെൺകുട്ടികളുമായി 4 മാസം മുമ്പ് ഇൻസ്റ്റഗ്രാമിൽ പരിചയപ്പെട്ടതാണ്. പെൺകുട്ടികളും അവരുടെ പക്ഷത്തിൽ തെറ്റുണ്ട്, ഇറങ്ങി പുറപ്പെട്ടതാ, മുടി വെട്ടാൻ വേണ്ടി ബോംബെ പോയതാ. താനാണ് കുട്ടികളെ തട്ടിക്കൊണ്ടു പോയത് എന്ന് പ്രാഥമികമായ ചോദ്യം ചെയ്യലിൽ തന്നെ അക്ബർ റഹീം സമ്മതിച്ചിട്ടുണ്ട്. അന്വേഷണത്തിന്റെ ഭാഗമായി കുട്ടികളെ കണ്ടെത്താൻ പോലീസുമായി സഹകരിച്ചിരുന്ന ഇയാളെ ശനിയാഴ്ച രാവിലെ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് താനൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പഠിച്ച കള്ളന്മാരങ്ങനെയാ, അന്വേഷണ സംഘത്തിൽ മുൻനിരയിൽ നിൽക്കും. അങ്ങനെ കരുതൽ തടങ്കലിൽ വെച്ച ഇയാൾക്ക് ചോദ്യം ചെയ്യലിൽ കേസുമായിട്ടുള്ള ബന്ധം വ്യക്തമായതോടുകൂടിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പെൺകുട്ടികളുടെ രക്ഷിതാക്കളുടെ പരാതികളിൽ 2 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. തന്നെയുമല്ല, പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ഫോൺ വഴി പിന്തുടർന്ന് ശല്യം ചെയ്തതിന് കുട്ടികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോക്സോ വകുപ്പുകൾ ചേർത്ത മറ്റൊരു കേസും ഇയാളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തു. ഇയാളുടെ ലൈംഗികക്ഷമത പരിശോധനയ്ക്കും മെഡിക്കൽ പരിശോധനയ്ക്കും വിധേയമാക്കിയതിനു ശേഷം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കുട്ടികളെ കാണാതാകുന്നതിന്റെ തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിൽ 2 പേരെയും ഇയാൾ ഫോണിൽ ബന്ധപ്പെട്ടതിന്റെ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. അതോടുകൂടിയാണ് ഇയാൾ കുരുക്കിലാകുന്നത്. ഇയാളുടെ നമ്പർ നിരീക്ഷിച്ചതിൽ നിന്നും ഇയാൾ മുംബൈയിലേക്കുള്ള ട്രെയിനിൽ കുട്ടികളോടൊപ്പം ഉണ്ട് എന്ന് വ്യക്തമായിരുന്നു. താനാണ് കുട്ടികളെ കൊണ്ടുപോയത് എന്ന് പ്രാഥമികമായിട്ടുള്ള ചോദ്യം ചെയ്യലിൽ തന്നെ, അതായത് നടയടിയിൽ തന്നെ കാക്ക സമ്മതിച്ചിട്ടുണ്ട്. അങ്ങനെ കുട്ടികളെ തട്ടിക്കൊണ്ടു പോയതിന് 2 കുട്ടികളുടെയും രക്ഷിതാക്കൾ ആദ്യം തന്നെ പോലീസിൽ പരാതിപ്പെട്ടതാണ് ഗുണകരമായി. പഠിച്ച കള്ളനായിട്ടുള്ള റഹീം ആൾമാറാട്ട കേസിലും വിരുദ്ധനാണ്. ബോംബെയിലെ ബെഡ ടീമിന്റെ ചോട്ടാ നായകൻ. +2കാരികളെ റാഞ്ചി അവിടെ കൊണ്ടുപോയി വിറ്റാൽ ലക്ഷക്കണക്കിന് രൂപ കിട്ടും. 26കാരൻ ഒരു 4 വർഷം ഒന്ന് കഠിനമായി പ്രയത്നിച്ചാൽ ഒരു അംബാനിയോ ഒരു അദാനിയോ ഒക്കെ ആയി മാറാം. പണം മുഖ്യം ബിഗിലെ എന്ന് പറയുന്നത് പോലെ നമ്മുടെ നാട്ടിലെ മുഖ്യധാര മാധ്യമങ്ങൾക്ക് അവരുടേതായിട്ടുള്ള മതവും രാഷ്ട്രീയവും ഉള്ളതുകൊണ്ട് സത്യസന്ധമായി നമ്മുടെ കൺമുമ്പിലേക്ക് വാർത്തകൾ എത്തണമെങ്കിൽ നമ്മൾ ഓൺലൈൻ ചാനലുകാരെ തന്നെ ഡിപ്പെൻഡ് ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യമുണ്ട്. അവർക്ക് പ്രത്യേകിച്ച് ആരെയും സുഖിപ്പിക്കാനും പ്രത്യേകിച്ച് ആരെയും പ്രീണിപ്പിക്കാനും ഇല്ലാത്തത് കൊണ്ട് കൃത്യമായ രൂപത്തിൽ സത്യസന്ധമായി വാർത്തകൾ അവതരിപ്പിക്കും. കാക്ക ബോംബെയിലെ ബെഡാവാലയുടെ ചോട്ടാ നേതാവായിരുന്നു എന്ന യാഥാർത്ഥ്യം ഇപ്പോൾ മറനീക്കി പുറത്തു വരികയാണ്. ഏതെങ്കിലും കാമാത്തിപുരയിൽ ഒടുങ്ങേണ്ടുന്ന 2 പെൺകുട്ടികൾ ഇപ്പോൾ സുരക്ഷിതരായി വീടുകളിലെത്തിയത് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കഴിവും മികവും പഴുതടച്ചിട്ടുള്ള അന്വേഷണം ഒന്നും മാത്രമാണ്. ഈ വാർത്ത ഏറെ ഗൗരവത്തോടെ നമ്മൾ കേൾക്കണം. കേരളത്തിന്റെ പോക്ക് എങ്ങോട്ടേക്കാണ്? തിരുവനന്തപുരത്ത് അഫാൻ എന്ന് പറയുന്ന ഒരു യുവാവ് സ്വന്തം കുടുംബത്തിലെ 5 പേരെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊന്നുകളഞ്ഞ അവനെ ഇപ്പോൾ പോലീസ് ബറോട്ടയും ചിക്കൻ. അതും എന്തിനായിരുന്നു? പണമായിരുന്നു അവിടെയും വില്ലനായത്. അവിടെ
ഉമ്മ ഒരു ഗജ ഫ്രോഡായിരുന്നു. ഉമ്മാക്ക് കെട്ടിയോൻ അയച്ചു കൊടുക്കുന്ന പണമൊന്നും പോരാ. അതുകൊണ്ട് സുഖസുന്ദരമായി ജീവിക്കാൻ വേണ്ടി കിട്ടാവുന്നിടത്തു നിന്നൊക്കെ കടം വാങ്ങി 23-കാരനായ മകനെ ഫ്രോഡാക്കി വളർത്തി. അധ്വാനിക്കാതെ സുഖസുന്ദരമായിട്ട് ഇരുന്ന് തിന്നാൻ കണ്ടവന്റെ വീട്ടിൽ നിന്ന് കടം വാങ്ങിയും പലിശക്കെടുത്തും ആധാരം പണയപ്പെടുത്തിയും വാഹനങ്ങൾ വിറ്റും എങ്ങനെയൊക്കെ പണം ഉണ്ടാക്കാമോ അങ്ങനെയൊക്കെ പണം ഉണ്ടാക്കി. ഒടുവിൽ ആ മകൻ തന്റെ കാലനായിട്ട് പോലും അവനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്ന ഈ സ്ത്രീയെ ഒരു മനുഷ്യനാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? കേരളത്തിൽ നടക്കുന്ന കാഴ്ച അവന് തലവേദന മാറ്റാൻ ഉച്ചയ്ക്ക് അവന് ചോറും മീൻകറിയും നിർബന്ധമാണ്. അവന് വൈകിട്ട് പൊറോട്ടയും ചിക്കനുമേ കഴിക്കൂ. അവന് യൂറോപ്യൻ ടോയ്ലറ്റിൽ പോയാലേ സാധനം ഇറങ്ങി വരൂ. അവന് വെറും പായയിൽ കിടക്കാൻ പറ്റില്ല. അങ്ങനെ അവനെ താലോലിച്ചു കൊണ്ടു നടക്കുന്നത് കാണുമ്പോഴുണ്ടല്ലോ മലയാളികളുടെ വികാരം ഒന്ന് വേറെ തന്നെയാണ്. കാരണം ഇതുപോലെയുള്ള കൊലയാളികളെ ഷൂട്ട് അറ്റ് സൈറ്റ്, കൊലയ്ക്ക് പകരം കൊലയാണ് ശിക്ഷ വേണ്ടത്. കാപ്പി വേണം. ഇവരെയൊക്കെ ഹീറോ ആയി ചിത്രീകരിക്കുന്ന ചില മാധ്യമങ്ങളും മലപ്പുറം താനൂരിൽ +2 വിദ്യാർത്ഥിനികളായ 2 പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയത് ഇക്കഴിഞ്ഞ ബുധനാഴ്ചയാണ്. ആ മാതാപിതാക്കളുടെ ഭാഗ്യം കൊണ്ട് ആ പെൺകുട്ടികളെ ബോംബെയിൽ നിന്ന് പോലീസിന് പിടികൂടാൻ കഴിഞ്ഞു. തുടക്കത്തിൽ നമ്മൾ കേട്ടത് റഹീം അസ്ലം എന്ന യുവാവ് ഈ പെൺകുട്ടികൾക്കൊപ്പം ട്രെയിനിൽ ബോംബെയിലേക്ക് യാത്ര തിരിച്ചു. പിന്നീട് പെൺകുട്ടികളുമായി തെറ്റി യുവാവ് കേരളത്തിലേക്ക് മടങ്ങി. ഇപ്പോഴിതാ ഞെട്ടിക്കുന്ന പുതിയ കുറെ സംഭവങ്ങളാണ് പുറത്തു വരുന്നത്. യുവാവിന്റെ പേര് റഹീം അസ്ലം അല്ല, ആ യുവാവിന്റെ പേര് അക്ബർ റഹീം എന്നാണ്. തുടർച്ചയായി റഹീം അസ്ലം എന്ന പേരിലാണ് കേരളത്തിലെ ചാനലുകളൊക്കെ ഈ വാർത്ത സംപ്രേഷണം ചെയ്തത്. അതും റഹീമിന്റെ വീട്ടുകാരുടെ പ്രതികരണങ്ങളോടെ. ആ വീട്ടുകാർ പോലും അപ്പോഴൊന്നും പേര് തിരുത്തി പറഞ്ഞില്ല. എന്തിനായിരുന്നു ഈ ആൾമാറാട്ടം? കഴിഞ്ഞ 2 ദിവസങ്ങളായി കേരളത്തിലെ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന നിലയ്ക്കാത്ത ചില വിമർശനങ്ങൾ. ഒടുവിൽ പോലീസ് അക്ബർ റഹീമിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. റഹീമിനെ ലൈംഗികക്ഷമത പരിശോധനയ്ക്കും മെഡിക്കൽ പരിശോധനയ്ക്കും വിധേയനാക്കി. റിമാൻഡിലായ പ്രതിക്കെതിരെ ഇപ്പോൾ പോക്സോ കേസ് ചുമത്തിയിരിക്കുന്നു. ബുധനാഴ്ച ഈ സംഭവം നടന്നതിന് തൊട്ടു പിന്നാലെ മലയാളി വാർത്ത ശക്തമായ റിപ്പോർട്ട് നൽകിയിരുന്നു. റഹീം അത്ര നിസ്സാരക്കാരനല്ല എന്ന റിപ്പോർട്ടാണ് ഞങ്ങൾ കേരളത്തിന്റെ പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. പ്രായപൂർത്തിയാകാത്ത 2 പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയ വലിയ മാഫിയ സംഘത്തിന്റെ കണ്ണിയാണ് റഹീം എന്ന് ഉറപ്പിക്കുന്ന പുതിയ തെളിവുകൾ ഇപ്പോൾ പുറത്തു വരുന്നു. എന്നിട്ടും കേരള പോലീസ് നടത്തിയ ചില നാടകങ്ങൾ അതാണ് നമ്മെ ആശയക്കുഴപ്പത്തിലാക്കിയത്. മുൻപ് മലപ്പുറം ജില്ലയിൽ ആളുകളെ കുറ്റവാളികളാക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് എന്നൊക്കെ ചില വിവാദങ്ങൾ ഉയർത്തിയിരുന്നു. PV അൻവർ ആയിരുന്നു ആ വിവാദങ്ങളുടെ ഒരറ്റത്ത്. അതുകൊണ്ടുകൂടിയാവാം കൊടും കുറ്റവാളികളെയൊക്കെ ന്യായീകരിച്ചുകൊണ്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ പത്രസമ്മേളനങ്ങൾ. ബുധനാഴ്ച രാത്രി ആ പെൺകുട്ടികളെ ബോംബെയിൽ നിന്ന് പിടികൂടിയതിന് തൊട്ടു പിന്നാലെ മലപ്പുറം SP തൊട്ടടുത്ത ദിവസം മാധ്യമപ്രവർത്തകർക്ക് ഒരു ബ്രീഫിംഗ് കൊടുത്തിരുന്നു. കുട്ടികളുടേത് ഒരു സാഹസിക യാത്രയെന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. കുട്ടികളുടെ ഈ സാഹസിക യാത്രയ്ക്ക് അവരെ സഹായിച്ചത് റഹീം എന്ന വ്യക്തിയാണത്രേ. കുട്ടികളുടെ കൂടെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ തുടർ നടപടികളുടെ ഭാഗമായി നമ്മൾ നാട്ടിലെത്തിക്കും. യുവാവ് പോലീസുമായി സഹകരിക്കുന്നുണ്ട്. സാമൂഹിക മാധ്യമങ്ങൾ വഴിയാണ് അയാൾ കുട്ടികളെ പരിചയപ്പെട്ടത്. കുട്ടികൾക്കൊരു യാത്ര പോകണമെന്ന് അയാളോട് പറഞ്ഞു. അയാൾ ആ യാത്രയ്ക്ക് വേണ്ട സഹായം ചെയ്തു കൊടുത്തു. ഒരു കൊടുംകുറ്റവാളിയെ ന്യായീകരിക്കുന്ന തരത്തിലല്ലേ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചത്? റഹീം അസ്ലം ആരായിരുന്നുവെന്ന് അപ്പോൾ വ്യക്തമല്ല. പിന്നീട് ഇപ്പോൾ അക്ബർ റഹീമിനെ കുറിച്ചുള്ള കുറച്ച് വാർത്തകൾ പുറത്തു വരുന്നു. അക്ബർ റഹീമിന് മുംബൈയിൽ ചില കണക്ഷനുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടികളുടെ ബോംബെ യാത്ര അത്ര നിസ്സാരമല്ല എന്ന് വ്യക്തം. മുംബൈയിൽ നിന്ന് മടങ്ങിയെത്തിയ റഹീമിനെ താനൂരിൽ വെച്ചാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇത്ര വലിയ ഒരു സംഭവം കേരളത്തിൽ നടന്നിട്ട് എന്തുകൊണ്ട് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നില്ല? കാസെ പോലുള്ള ചില സംഘടനകൾ തീവ്രമായ ചില വിമർശനങ്ങൾ ഉയർത്തുന്നു. റഹീമിന് പകരം മറ്റൊരു പേരായിരുന്നുവെങ്കിൽ അയാളുടെ കുഞ്ഞമ്മയുടെ അമ്മയുടെ ആധാരം വരെ തപ്പിയെടുത്ത് യാതൊരു സംശയവുമില്ല. ഈ യുവാവ് ഒരു മുസ്ലിം യുവാവായതിന്റെ പേരിൽ മാത്രം നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ അയാളെ ഒരു വീരപുരുഷനായി കൊണ്ടു നടക്കുന്നു. നമ്മുടെ നാട്ടിലെ ഒരു മലയാളി സൗദിയിൽ ചെന്നിട്ട് അനസ് എന്ന് പറയുന്ന ഒരു കുട്ടിയെ അടിച്ചു കൊന്നപ്പോൾ അവന്റെ പേര് റഹീം എന്നാണ് എന്നതിന്റെ പേരിൽ മാത്രം 34 കോടി രൂപ പിരിവിട്ട മലയാളികൾ പൊളിയാണ് എന്ന് പറയാതിരിക്കാൻ പറ്റുമോ? അതേപോലെ യമനിൽ പോയി യമനിലെ തലാൽ അബ്ദുൽ മഹദി എന്ന് പറയുന്ന യുവാവിനെ 50ഓളം കഷ്ണങ്ങളാക്കി പോളിത്തീൻ ബാഗിനകത്താക്കി വാട്ടർ ടാങ്കിനകത്തിട്ട നിമിഷപ്രിയ കാഫിറാണ്, യുവതിയാണ്. അതുകൊണ്ട് അവരെ രക്ഷപ്പെടുത്തണ്ട. അപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പം അഫാൻ മറ്റേതെങ്കിലും ഒരു പേരായിരുന്നു അഫാന്റെ സ്ഥാനത്തെങ്കിലും എന്തായിരിക്കും നമ്മുടെ കേരളക്കരയിൽ സംഭവിക്കുക? അപ്പോൾ പെണ്ണുങ്ങളെ എത്തിച്ചു കൊടുക്കുന്ന റാക്കറ്റ് ആയിട്ടുള്ള ഈ റഹീം അസ്ലമാണോ അതോ അക്ബർ റഹീമാണോ? എന്തായിരുന്നാലും ശരി,
അബ്ദുൾ റഹീം പല പേരുകളിലാണ് ഇവൻ അറിയപ്പെട്ടിരുന്നത്. ആൾമാറാട്ടത്തിൽ വില്ലനായ, പെണ്ണുങ്ങളെ എത്തിച്ചു കൊടുക്കുന്ന കണ്ണിയായി പ്രവർത്തിക്കുന്ന ഇവനെ പോലെയുള്ളവരെ ഇവിടെ ഇനി വച്ചു വാഴിക്കേണ്ടതുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നന്ദി.